മുമ്പത്തെ ഭർത്താവ് മരിക്കുന്നതിന് കാരണം ഉദയഗിരിജയാണ്. അതിന്റെ ഉത്തരം അതിനകത്ത് തന്നെ ഉണ്ട്. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? എന്താണ് അതിന്? അതൊരു പക്ഷേ ഞാൻ പറയുന്നേക്കാട്ടും നല്ലത് എൻ്റെ ആദ്യത്തെ ഭർത്താവായ വിജിലൻറ്റിൻ്റെ അമ്മ വന്നിട്ടുണ്ട്. അമ്മയുടെ മകൻ മരിക്കാൻ കാരണം ഉദയഗിരിജയാണ്, ഉദയഗിരിജയ്ക്ക് പങ്കുണ്ട് എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും എന്താ അമ്മ സത്യാവസ്ഥയൊക്കെ? ഉദയഗിരിക്ക് ഒരു പങ്കുമില്ല. അവനൊരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ചെയ്യുമെന്ന്. അങ്ങനെ അവനങ്ങ് വീണപ്പം മോനാന്ന് രണ്ടുപേരുണ്ട്. ഒരാളങ്ങനെ പിടിച്ചപ്പോൾ ഒരാൾ കുത്തി പിച്ചാത്തി ഒടിഞ്ഞ് അവൻ്റെ നെഞ്ചിലിരുന്ന് അങ്ങനെ അവൻ അന്നേരം തന്നെ മരിച്ചു. നിലവിൽ ഇവര് പറയുന്നതിലൊന്നും ഒരു സത്യാവസ്ഥയില്ല. ഇല്ല അതിലൊരു സത്യവും ഇല്ല. ഇതുപോലുള്ള ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മ അതൊക്കെ ചുമ്മാ പറയുക. അത് സത്യം ഉണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ട് എന്തായാലും എൻ്റെ മോൻ ഇവൾ കൂട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ സൈഡ് സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ പുള്ളിക്കാരി യൂട്യൂബറുകാരി പറഞ്ഞെന്ന് വെച്ചാൽ അനിലേട്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പേര് അതുപോലും 4 വീട്ടിന്റെ അപ്പുറം താമസിക്കുന്ന ആൾക്ക് പേര് പോലും അറിയത്തില്ല എന്തുവാണെന്ന്. പിന്നെ മരണ കാരണം അറിയാൻ പറ്റൂ. ഈ അമ്മയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ ഒക്കെ എന്താ തോന്നുന്നത്? വിഷമം തോന്നാറുണ്ടോ? ഒരിക്കലും എനിക്ക് പിന്നെ വിഷമം കാണത്തില്ല. എൻ്റെ മോൻ എത്രയായാലും എൻ്റെ മോനല്ലേ. രണ്ടായിരത്തി 2011 എൻ്റെ മകൻ മരിക്കുന്നത്. മാർച്ച് 13-ാം തീയതിയാണ് അവൻ മരണപ്പെട്ടത്. പക്ഷേ ഈ സ്ഥാപനം തുടങ്ങിയത് 2009-ലാണ്. എന്നെയും എൻ്റെ കാമുകനെയും പത്തനാപുരത്ത് വെച്ച് ഓട്ടോയ്ക്കകത്ത് വെച്ച് കണ്ട് അങ്ങനെ കാമുകൻ കുത്തിക്കൊന്നു. അങ്ങനെ പല കഥകളുമാണ് വരുന്നത്. അത് സോഷ്യൽ മീഡിയ മൊത്തവും അത് പ്രചരിച്ചു. എല്ലാ മനുഷ്യരും അത് വിശ്വസിച്ചു. ഇപ്പം എനിക്ക് മനസ്സിലായി ഈ ചാനലിൽ പറയുന്നതെല്ലാം കള്ളമാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നേരത്തെ ഞാൻ എല്ലാം വിശ്വസിച്ചിട്ടുണ്ട്. ഗിരിജയുടെ മരുമകൾ രാത്രി ഓടിക്കയറിയത് ഇവിടെ. അയൽക്കാരാണ് പോലീസിൽ എത്തിച്ചത്. നടന്നത് ക്രൂരപീഡനം. അങ്ങനെ ഒരു സംഭവം, ഒരു പീഡനം നടന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവൾ ഇവിടെ കാണുമോ? എൻ്റെ മക്കളെ 2 പേരെ ഞാൻ എങ്ങനെ നോക്കിയോ അതേപോലെ തന്നെ ഇവിടുത്തെ എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ അമ്മമാരെയും ഞാൻ നോക്കി. ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് നല്ല സങ്കടം തോന്നും. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് നടത്തിയ കല്യാണമാണോ അതോ അതിനു മുമ്പേ ഈ കുട്ടി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നടത്തി വെച്ചതാണോ? എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ഇപ്പം എല്ലാവരും പറയുന്നു അവളെ 3 വർഷം കഴിയുമ്പോൾ ഞാൻ അങ്ങ് തട്ടിക്കളയുന്നത്. ഇത് കേരളമല്ലേ, നമുക്ക് തോന്നുമ്പോഴൊക്കെ ഒരാളെ എങ്ങനെ തട്ടിക്കളയാൻ പറ്റുമോ? അതേപോലെ ഒരുപാട് വൃത്തികേടുകൾ, ഒരുപാട് കേട്ടാൽ അറയ്ക്കുന്ന വൃത്തികേടുകൾ എന്ന് വെച്ചാൽ ഭർത്താവിനെ കാമുകനെ കൊണ്ട് കൊല്ലിപ്പിച്ചിട്ട് ഇതേപോലെ അവൻ ജയിലിലായപ്പോൾ ഞാൻ വേറൊരാളെ കണ്ടുപിടിച്ച് അങ്ങനെ ഓരോ മാസവും മാറി ഓരോരുത്തരുടെ കൂടെ അങ്ങനെ വരെ എന്നെക്കുറിച്ച് പറഞ്ഞിട്ട് അതെല്ലാം കേട്ട സമയത്തും യൂട്യൂബിൽ കണ്ട സമയത്തും ഞാൻ കരഞ്ഞ സമയത്തും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ നിന്നു. ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറഞ്ഞു. ഒരു യൂട്യൂബർ എന്നെ വിളിച്ച് ഒരു 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടായിരുന്നു. അപ്പോൾ 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ട് ഇതേപോലെ അത് കൊടുക്കാൻ തയ്യാറല്ലെന്നുണ്ടെങ്കിൽ 3 മാസം ഞാൻ ഏറി പോകുമെന്ന്. ഇപ്പം നമുക്ക് വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മുടെ സ്ഥാപനം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 16 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടേ ഇല്ല. ഇപ്പം ഈ ഒരു 1.5 മാസം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ. കഴിഞ്ഞ വർഷത്തെ 2024 പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും മികച്ച ജീവകാരുണ്യ പ്രവർത്തകയ്ക്കുള്ള വനിതാ പുരസ്കാരം കിട്ടിയത് എനിക്കാണ്. എന്ന് പറഞ്ഞാൽ പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പല സ്ഥലത്തു നിന്നും എനിക്ക് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അനാഥാലയത്തിൻ്റെ മറവിൽ കൂട്ടിക്കൊടുപ്പ് എന്നാണ് ഒരു കമൻറ്റിൽ നമ്മൾ വായിക്കാൻ കഴിഞ്ഞത്. കൂട്ടിക്കൊടുപ്പ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ മറവ് എനിക്ക് ആവശ്യമില്ല. ഉണ്ടോ? വളരെ നല്ല ചേച്ചിയാണെന്നും വിഷ്ണു എല്ലാവരെയും സഹോദരിമാരെ പോലെയാണ് കണ്ടിട്ടുള്ളതെന്നും ആദ്യത്തെ കമന്റിനകത്ത് അവൾ ഇട്ടിരിക്കുന്നത്. അപ്പം അത് തന്നെ 2ാമത്തെ ദിവസം ഇവള് നെഗറ്റീവ് വീഡിയോ ഇട്ടുകൊണ്ടിറങ്ങി. അപ്പം തന്നെ അറിഞ്ഞില്ലേ അവള് കളം മാറ്റി. അവൾക്ക് എന്തെങ്കിലും പൈസ കൊടുത്താണ്. എൻ്റെ ഇത് മൊത്തം അവൾക്ക് പൈസ കൊടുത്ത് അവൾ എന്തും ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിരിക്കുന്നത് ഒരു ഓർഫണേജിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് വിവാദങ്ങളിലൂടെ ഈ ഇടയായിട്ട് കടന്നു പോകുന്ന ഒരു ഓർഫണേജും അതിലുള്ള ഒരു അമ്മയുമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഉദയഗിരിജ അമ്മമ്മ, നമസ്കാരം. നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മുടെ ജീവമാതാ കാരുണ്യ സെന്റർ ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം
ഒരുപാട് ന്യൂസുകളും വാർത്തകളൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് എന്താ തോന്നുന്നത്, അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ സത്യസന്ധമായ കാര്യങ്ങളല്ല ഈ യൂട്യൂബിനകത്തൊക്കെ ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഇവിടുത്തെ സത്യാവസ്ഥ നേരിൽ വന്ന് കാണാനും പലരെയും ഞങ്ങളുടെ ജീവമാതയുടെ ഫേസ്ബുക്ക് വഴി യൂട്യൂബ് എല്ലാം ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും ഇവിടെ വരികയോ നമ്മളെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ സത്യാവസ്ഥ എന്തോന്ന് അന്വേഷിക്കാനും വന്നിട്ടില്ല. പക്ഷേ ഇതങ്ങ് ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് ആൾക്കാരിൽ എത്തുകയും നമ്മുടെ സ്പോൺസർഷിപ്പ് വരെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയും കൂടെ ആയി. ഇപ്പം നമുക്ക് വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മുടെ സ്ഥാപനം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും സത്യാവസ്ഥ അറിയാതെ കുറെ പേര് എന്തൊക്കെയോ പറയുന്നു അതെ എന്നതാണ് അതെ സത്യം. അതെ ശരിക്കും നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ഓർഫണേജ് ആയിരുന്നു ഇത്. അപ്പോൾ നിങ്ങളോട് ആർക്കാണ് ഇത്രയും ശത്രുത എന്നെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരു യൂട്യൂബിലെ ഒരു യൂട്യൂബർ എന്നെ വിളിച്ച് ഒരു 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടായിരുന്നു. അപ്പോൾ 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ട് ഇതേപോലെ അത് കൊടുക്കാൻ തയ്യാറല്ലെന്നുണ്ടെങ്കിൽ 3 മാസം ഞാൻ ഏറി പോകുമെന്നും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമെന്നും എന്നെ ശരിക്കും നാറ്റിക്കുമെന്നും ഒരു യൂട്യൂബർ എന്നെ വിളിച്ച് ഇതേപോലെ പേഴ്സണലി ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ ഞാൻ കണ്ടിട്ടില്ല. കോട്ടയത്തുള്ള ഒരു യൂട്യൂബറാണ്. നമുക്ക് വോയിസ് ഒക്കെ നമ്മുടെ ഫോണിനകത്തുണ്ട്. നമ്മുടെ ഫോണിൽ വിളിച്ചാണ് സംസാരിച്ചത് മൊത്തം. അപ്പം ആ 2 ലക്ഷം രൂപ ഞാൻ കൊടുത്തിരുന്നെങ്കിൽ, ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ ഒരു 2 ലക്ഷം രൂപ അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ജീവമാതയ്ക്ക് ഇന്നിങ്ങനെ ഒരു പേരുദോഷം ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പൈസ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ നിയമപരമായിട്ട് പോകും. പക്ഷെ അവർ നിയമപരമായിട്ട് എങ്ങും പോയിട്ടില്ല. അവർ പോയെന്ന് വെച്ചാൽ ഈ യൂട്യൂബിനകത്ത് കിടന്ന് ഓരോ കള്ളത്തരങ്ങൾ, നമുക്ക് വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചു. ഒരാള് എന്തിനായിരിക്കും അമ്മേനോട് ഇത്ര വ്യക്തിഹത്യ വെച്ചുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരു പരിചയമില്ലാത്ത ഒരാൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അത് ഈ ഞങ്ങളുടെ ഒരു കണ്ടെത്തൽ എന്ന് വെച്ചാൽ ഈ സ്ഥാപനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അയാളെ സ്വാധീനിച്ചതാവാം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒന്നും എന്തോ സത്യമല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെയും എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് മരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കള്ളത്തരങ്ങൾ ഇങ്ങനെ പറയത്തക്ക രീതിയിൽ എനിക്കവരെ പരിചയം പോലും ഇല്ല. പരിചയമില്ലാത്ത ആൾക്കാരാണ് എന്നെ ഇതേപോലെ ഈ സ്ഥാപനത്തിൻ്റെ കാര്യം ഇവിടെ ഒരു പ്രാവശ്യം പോലും ഈ സ്ഥാപനത്തിൽ വരികയോ എന്നെ കാണുകയോ സംസാരിക്കുകയോ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പം ഈ യൂട്യൂബിനകത്ത് ഇട്ടത് മൊത്തം. ഈ പലരും പറയുന്നുണ്ട് മുമ്പത്തെ ഭർത്താവ് മരിക്കുന്നതിന് കാരണം അമ്മയാണ് എന്ന് പലരും ഇങ്ങനെ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? എന്താണ് അതിന്? അതൊരു പക്ഷേ ഞാൻ പറയുന്നേക്കാട്ടും നല്ലത് എൻ്റെ ആദ്യത്തെ ഭർത്താവായ വിജിലൻറ്റിൻ്റെ അമ്മ വന്നിട്ടുണ്ട്. അപ്പം അമ്മ ഇന്ന് പ്രസ് മീറ്റിങ്ങിന് വേണ്ടി വന്നതാണ്. അപ്പം അമ്മയോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. അമ്മയെ വിളിക്കാം. അമ്മ നമ്മളുടെ ഉദയഗിരിജയുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ അമ്മയാണ്. ഞാൻ ഈ അമ്മേനോട്, രണ്ടുപേരും അമ്മമാരാണ്, ഈ അമ്മേനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഒരുപാട് പേര്, അമ്മ കേട്ടിട്ടുണ്ടെന്നറിയില്ല, ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് അമ്മയുടെ മകൻ മരിക്കാൻ കാരണം ഉദയഗിരിജയാണ്, ഉദയഗിരിജയ്ക്ക് പങ്കുണ്ട് എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും എന്താ അമ്മ സത്യാവസ്ഥയൊക്കെ? ഉദയഗിരിക്ക് ഒരു പങ്കുമില്ല. പങ്കൊന്നുമില്ല. എൻ്റെ മോന് ഈ പത്തനാപുരത്തു നിന്ന് പുന്നലെ അന്ന് ജീപ്പ് ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഞങ്ങളുടെ വീട്ടിലോട്ട് വരാൻ, പത്തനാപുരത്ത് വരാമെന്ന് ജീപ്പിൻ്റെ പുറകിൽ ഈ സീറ്റില്ലാത്തതുകൊണ്ട് പുറകിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ സീറ്റിലിരുന്ന ഒരാടെ അവൻ്റെ ഒരു കവറുണ്ടായിരുന്നു. കവർ സീറ്റിരുന്ന ഒരാടെ മടിയിലോട്ട് വെച്ച്, അപ്പോൾ ജീപ്പ് പിടിച്ചല്ലേ പോകുന്നത്. അപ്പോൾ അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരു സംസാരം ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും. അന്നേരം ഇവൻ പറഞ്ഞു വണ്ടി തട്ടുകയോ മുട്ടുകയോ ഇതൊക്കെ വരണമെങ്കിൽ വണ്ടി വിളിച്ച് വരണം എന്നൊക്കെ പറഞ്ഞ് തമാശമായിട്ട് പറയുമായിരുന്നു. ചാച്ചിപ്പിന്നെ വരെ. അങ്ങനെ പുന്നല ജംഗ്ഷനിൽ നിന്നപ്പോൾ അയാളുടെ മോൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സംസാരമുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായി. അപ്പോൾ ഇവൻ്റെ ഈ വർമ്മസ്ഥാനത്ത് കയറി പിടിക്കുമ്പോൾ മനുഷ്യനങ്ങ് വീഴുമല്ലോ. അവനൊരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ചെയ്യുമെന്ന്. അങ്ങനെ അവനങ്ങ് വീണപ്പം മോനാന്ന് 2 പേരുണ്ട്. ഒരാളങ്ങനെ പിടിച്ചപ്പോൾ ഒരാൾ കുത്തി. അപ്പം ഈ പിച്ചാത്തി ഒടിഞ്ഞവൻ്റെ നെഞ്ചിലിരുന്ന് അങ്ങനെ അവൻ അന്നേരം തന്നെ മരിച്ച്. അങ്ങനെ അത് സംഭവിച്ച്. ഉദയഗിരിക്കൊരു പങ്കുമില്ല. പുന്നല ജംഗ്ഷനിൽ വെച്ചാണ് മരിക്കുന്നത്, ഈ സംഭവം നടക്കുന്നത്. അന്ന് ഈ ഉദയഗിരിജ കൂടെ ഉണ്ടായിരുന്നോ? അത് പത്തനാപുരത്തുണ്ടായിരുന്നു. ഭർത്താവിന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു? അല്ല, ഈ ട്രസ്റ്റ് നടത്തുന്നതിനായിട്ട് ഇങ്ങനെ മാറിയ താമസിക്കുന്നത്.
അവൻ പുന്നലെ എൻ്റെ വീട്ടിലോട്ട് വന്നതാ. അപ്പോ നിലവിൽ ഇവര് പറയുന്നതിലൊന്നും ഒരു സത്യാവസ്ഥയില്ല. അല്ല, ഇല്ല, അതിലൊരു സത്യവും ഇല്ല. ഇവരൊരുമിച്ച് ജീവിച്ചിരുന്ന സമയത്തൊക്കെയും സന്തോഷത്തോടെ തന്നെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കുടുംബം ഇല്ലേ, അങ്ങോട്ട് ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടാകുമായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. ആണ്. അപ്പോ ഇതുപോലുള്ള ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ചുമ്മാ പറയുക. എൻ്റെ മോനല്ലേ, എങ്ങനാണെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ സൈഡ് നിൽക്കത്തില്ലല്ലേ. ഇവളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഇല്ലാതത് പറയുന്നത് ശരിയല്ലല്ലോ. എൻ്റെ രണ്ടാമത്തെ കല്യാണത്തിന് വരെ അമ്മയുണ്ടായിരുന്നു. ഇവരുടെ കല്യാണത്തിന് ഞാനവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ മരുമകള് രണ്ടാമതൊരു കല്യാണം കഴിച്ചപ്പോ അങ്ങനെ ഒരു കാര്യം അമ്മയോട് പറയുന്നത് എങ്ങനെയായിരുന്നു? അല്ല അവള് നേരത്തെ പറഞ്ഞ് കല്യാണം കഴിക്കാൻ പോവാ, ഇങ്ങനെ ആലോചന ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ തമാശന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു അവരുടെ ചെറുപ്പത്തില് അവന് മരുമോള് തന്നെയാണോ പറഞ്ഞത്? അന്നേരം ഞാൻ വിചാരിച്ചെന്തെന്നറിയാം, അവര് കല്യാണം കഴിച്ച് അവനങ്ങ് മരിച്ച് കുഞ്ഞുങ്ങളില്ലേ. അപ്പൊ ഇത്രയും നാള് വളർത്തിനി അവരുടെ കുടുംബജീവിതം നമുക്കെന്താ കഴിക്കുന്ന, അങ്ങനെ ജീവിച്ചോട്ടെന്ന് ഞാനും മക്കളെയെല്ലാം രണ്ടുപേരും കല്യാണം കഴിച്ച് അവനെ പഠിപ്പിച്ച് ഒക്കെ കഴിഞ്ഞപ്പം ബാധ്യതയൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഒരു കൂട്ട് വേണം വിചാരിച്ചു കാണും. ഇപ്പം ഇപ്പോഴങ്ങനല്ലേ, പ്രായമുള്ളവർ വരെ രണ്ടാമത് കല്യാണം കഴിക്കുന്നില്ലേ. അമ്മയ്ക്ക് ഇഷ്ടം തന്നെയായിരുന്നു മരുമോളെ കെട്ടിക്കാനായി? പിന്നല്ല, എനിക്ക് കുഴപ്പക്കേറൊന്നുമില്ല. എങ്ങനെയുണ്ട് പുതിയ മരുമോനൊക്കെ? എന്തായാലും ഞാനിവിടെ അല്ല, ഞാനങ്ങ് പുന്നലയാ. പിന്നെ ഈ കുഞ്ഞിനെ കാണാൻ വല്ലപ്പോഴും ഇങ്ങോട്ട് വരും. അങ്ങനെ ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നതാ, യാദൃശ്യമായിട്ട് വന്നതായിരുന്നു. ശരിക്കും മരുമോളല്ല, മകളായിട്ട് തന്നെയാണ് ശരിക്കും ഉദയഗിരിജയെ നോക്കുന്നതും കാണുന്നതും ഒക്കെ അല്ലേ? മോളുമായിട്ടും മരുമോളായിട്ടും. എന്തായാലും എൻ്റെ മോൻ്റെ 2 പിള്ളേരില്ലയോ. അതെ. അപ്പൊ പിന്നെ ഞാൻ അല്ലാതെ ഇപ്പൊ ഇതല്ലാതെ ബാക്കി നടക്കുന്ന കേസുകളും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ അറിയോ? അതിനകത്തൊന്നും സത്യസന്ധത, അവനകത്തൊന്നും സത്യമൊന്നും അല്ല ഒത്തിരി പറയാം. എൻ്റെ മോൻ മരിച്ചു, ഇപ്പം ഞാൻ ഈ ചാനലിൽ വന്ന് പറയാൻ തന്നെ കാണാം, എൻ്റെ മോൻ മരിച്ചത് അങ്ങനല്ല. അതൊരു കള്ള പിന്നെ ഇതല്ലേ വന്നത്. അതുകൊണ്ട് അത് സത്യം ഉണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ട് എന്തായാലും എൻ്റെ മോൻ ഇവൾ കൂട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ സൈഡ് സപ്പോർട്ട് ചെയ്യത്തില്ല. അത് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിന്റെ 4 വീടിനപ്പുറം താമസിക്കുന്ന ആ യൂട്യൂബർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ താമസിക്കുന്ന വീടിന്റെ 4 വീടിന്റെ അപ്പുറത്ത് ആ പുള്ളിക്കാരി താമസിച്ചിരുന്നു. എന്നിട്ട് എന്റെ ഭർത്താവിന്റെ പേര് വിജിലന്റ്, ഓഫീഷ്യൽ നെയിം വിജിലന്റും, വീട്ടിൽ വിളിക്കുന്ന രാജേഷ് ഒന്നും. പക്ഷെ പുള്ളിക്കാരി യൂട്യൂബറുകാരി പറഞ്ഞെന്ന് വെച്ചാല് അനിലേട്ടൻ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു പേര് അതുപോലും 4 വീട്ടിന്റെ അപ്പുറം താമസിക്കുന്ന ആൾക്ക് പേര് പോലും അറിയത്തില്ല എന്തുവാണെന്ന്. പിന്നെ ആ മരണ കാരണം അറിയാൻ പറ്റൂ? ഈ യൂട്യൂബിനകത്ത് റീച്ച് കൂട്ടാൻ ഒരു നിസ്സാര കാര്യം, ഒരു കവർ അയാളുടെ മടി വെച്ചതേ ഉള്ളു. അല്ലാതെ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായി. ജംഗ്ഷന് വന്നപ്പോൾ അയാളുടെ മകനുള്ളതുകൊണ്ട് മകൻ ഇങ്ങോട്ട് കയറിയിട്ട് അങ്ങനെ അതൊരു വിഷയമായി. അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ആരും വിചാരിച്ചില്ല. പത്രത്തിലും വന്ന് നമ്മുടെ കേസായതാ. ഈ അമ്മയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ ഒക്കെ എന്താ തോന്നുന്നത്? വിഷമം തോന്നാറുണ്ടോ? ഒരിക്കലും എനിക്ക് പിന്നെ വിഷമം കാണത്തില്ല. എൻ്റെ മോൻ എത്രയായാലും എൻ്റെ മോനല്ലേ. അപ്പോൾ ഓർക്കുമ്പോഴല്ല അതിന് വരെ ഇവരെയൊക്കെ കാണുന്നത്. അതിനാ ഞാൻ വല്ലപ്പോഴും വരുന്നത്. ചിലപ്പോൾ ഇങ്ങോട്ട് ഞാൻ പുന്നലെ താമസിക്കുക, ഞാനും എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ. ഇളയ മോൻ വേറെ കല്യാണം കഴിച്ച് അവൻ വേറെ പോയി. എന്നാലും അവനും വിളിക്കാൻ വരികയൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങൾ രണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതുപോലെ ഇവൻ്റെ ഭാര്യയുടെ പ്രസവത്തോടു കൂടി ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞാൻ 10-25 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വല്ലപ്പോഴും പിള്ളേരെ ഒന്ന് കാണാൻ തോന്നുമ്പോൾ വല്ലപ്പോഴും വരും. ശരിക്കും നമുക്ക് ഇതൊക്കെ കാണുമ്പോ ഈ മരിച്ചു കഴിഞ്ഞാൽ സമാധാനം തരാത്ത കുറെ ആൾക്കാരുണ്ട് അല്ലെ? മകളായിട്ട് കാണുന്ന ഒരാളെ തന്നെ അതിലെടുത്ത് പങ്കാളി എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങള് ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സ്ഥാപനം തുടങ്ങിയത് ഇതിന്റെ പ്രസിഡന്റ് രജിസ്റ്റർ ചെയ്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അണ്ണനാണ് ഇത് രജിസ്റ്റർ ചെയ്തത്. 2011 എൻ്റെ മകൻ മരിക്കുന്നത്. മാർച്ച് 13-ാം തീയതിയാണ് അവൻ മരണപ്പെട്ടത്. പക്ഷെ ഈ സ്ഥാപനം തുടങ്ങിയത് 2009. അന്ന് പ്രസിഡന്റ് അമ്മ എൻ്റെ ഒരു മെമ്പറാ. അന്ന് തുടങ്ങുന്ന സമയത്ത് അണ്ണൻ എൻ്റെ പ്രസിഡന്റ്, ഞാനും അതിനകത്ത് മെമ്പറാണ്. അമ്മയും അതിനകത്ത് മെമ്പറായിട്ട് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തത്. പക്ഷെ യൂട്യൂബറുകാർ പറയുന്നത് ഇത് ഞാൻ ഷോയ്ക്ക് അണ്ണന്റെ ഒരു സ്മാരകം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അണ്ണൻ അറിഞ്ഞിട്ടേ ഇല്ല. അത് ഇവിടെ സ്മാരകം വെക്കാനുള്ള യോഗ്യത ഇല്ല. എന്റെ കാമുകൻ കൊന്നു, എന്നെയും എന്റെ കാമുകനെയും പത്തനാപുരത്ത് വെച്ച് ഓട്ടോയ്ക്കകത്ത് വെച്ച് കണ്ട്, അങ്ങനെ കാമുകൻ കുത്തിക്കൊന്നു. അങ്ങനെ പല കഥകളുമാണ് വരുന്നത്. അത് സോഷ്യൽ മീഡിയ മൊത്തവും അത് പ്രചരിച്ചു. എല്ലാ മനുഷ്യരും അത് വിശ്വസിച്ചു.
അതെ അതെ. സത്യസന്ധത എന്തുവാ നിന്നിട്ട് ഞാനൊരു റിയാക്ഷൻ വീഡിയോക്കകത്ത് വന്ന് പറഞ്ഞു ഇതേപോലെ പത്രത്തിന്റെ ഇത് സഹിതം ഞാൻ കാണിച്ചു ഇങ്ങനെ മരിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് പുന്നലെ പോയി അന്വേഷിച്ചു. പുന്നല ജംഗ്ഷനിൽ വെച്ച ഞങ്ങളുടെ അവിടുത്തെ ആൾക്കാരൊന്നും എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ പുന്നല പ്രദേശത്തുള്ള ഒരുവിധ ഇവനെ അറിയാത്ത ആൾക്കാരൊന്നുമില്ല. അവന് ഡ്രൈവറായിരുന്നു. ഇപ്പോഴും ഓരോരുത്തർ അവൻ്റെ കാര്യം ചോദിക്കും. വലിയ കാര്യമായി മറ്റവൻ ആരോടും ഒരു വഴക്കിന് ഇന്നുവരെയും പോയിട്ടും ഇല്ല, ഒന്നുമില്ല. പിന്നെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും കൂടെ എന്തെങ്കിലും ഉണ്ട്, അത് പിന്നെ സ്വാഭാവികമല്ലേ. അപ്പൊ ഇപ്പോഴും ഓരോരുത്തർ ചോദിക്കും. അവിടെ ഉള്ളവർക്കെല്ലാം, അവിടെ ഉള്ളവരെല്ലാം പറയും ഇതെല്ലാം കള്ളമാണല്ലോ അന്നേരം. അപ്പൊ ഈ പറഞ്ഞത് ഒത്തിരിയും കള്ളമാണെന്ന് അവിടെ ഉള്ളവർക്ക് കൂടെ മനസ്സിലായി. കാരണം ജംഗ്ഷനിൽ അവർക്ക് എല്ലാവർക്കും അറിയാം. ഇന്നലെ പത്രാവരത്തുള്ളവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു പ്രശ്നം വരുമ്പം ഇപ്പം എനിക്ക് മനസ്സിലായി ഈ ചാനലിൽ പറയുന്നതെല്ലാം കള്ളമാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നേരത്തെ ഞാൻ എല്ലാം വിശ്വസിച്ചിട്ടുണ്ട്, എല്ലാം കണ്ട് കേട്ടി, എല്ലാം ഞാൻ നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ പിന്നെ ഇപ്പഴാ മനസ്സിലായി പൈസയ്ക്ക് വേണ്ടി എല്ലാവരും എന്തും ചെയ്യും. എനിക്ക് മനസ്സിലായി ഇത് ഒരുപാട് കള്ളമുണ്ട്, ഒരുപാട് കള്ളങ്ങളുണ്ടെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. കാരണം പിന്നെ എനിക്ക് ഇവളോടൊരു സ്നേഹം എന്തെന്ന്, ഭർത്താവ് മരിച്ചെങ്കിലും അവൾ ആ കുഞ്ഞുങ്ങളെ കളഞ്ഞില്ല. ആ കുഞ്ഞുങ്ങളെ നോക്കി വളർത്തി അവർക്കെല്ലാം ഒരു കുടുംബവുമായി. അതിലെനിക്കൊരു സന്തോഷമുണ്ട്. ഭർത്താവ് മരിച്ചെങ്കിലും മക്കളെ കളയാൻ പറ്റില്ല. ചിലരന്നേ കളഞ്ഞിട്ട് പോകത്തില്ലേ. പക്ഷെ ഞാനിപ്പോ ഇത് വരാൻ കാരണം ഇതിനകത്ത് ഇങ്ങനെ ഈ കള്ളപ്രചരണം വന്നതുകൊണ്ടാണ് ഞാനത് അതിന്റെ സത്യാവസ്ഥ ഒന്ന്. അമ്മ ശരിക്കും എത്ര വർഷമായി നമ്മുടെ ഈ ഇത് തുടങ്ങിയിട്ട്? ഇത് 2009 തുടങ്ങിയത്, 16 വർഷത്തോളമായി. 16 വർഷത്തോളമായി. ഈ 16 വർഷത്തിന്റെ ഇടയിലും കേൾക്കാത്ത പല കാര്യങ്ങളുമാണ് ഇപ്പൊ വരുന്നത്, അല്ലെങ്കിൽ സംഭവിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഈ ഇടയായിട്ട് സംഭവിക്കുന്നത്. ഈ 16 വർഷത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടേ ഇല്ല. ഇപ്പൊ ഈ 1.5 മാസം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാരണം കാണില്ലേ? ലൈക്ക് ഇത്രയും നാൾ സംഭവിക്കാത്തൊരു കാരണം പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിമുളയ്ക്കുക എന്ന് പറയുമ്പോൾ? അതിപ്പോൾ നമ്മുടെ സ്ഥാപനം ഈ കഴിഞ്ഞ കുറേ നാളുകൊണ്ട് നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നവകേരള സദസ്, കേരളീയം, അതേപോലെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ എല്ലാ പ്രോഗ്രാം, CWCയുടെ പ്രോഗ്രാം, അങ്ങനെ എല്ലാ നമ്മുടെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാമിനും നമ്മുടെ ഇവിടുത്തെ ഇമേജ്സിൻ്റെ കുട്ടികളുടെ ആയാലും അമ്മമാരുടെ ആയാലും പ്രോഗ്രാം ഉണ്ടായിരുന്നു. സ്ഥാപനം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കഴിഞ്ഞ വർഷത്തെ 2024 പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും മികച്ച ജീവകാരുണ്യ പ്രവർത്തകയ്ക്കുള്ള വനിതാ പുരസ്കാരം കിട്ടിയത് എനിക്കാണ്. എന്ന് പറഞ്ഞ കണക്ക് പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പല സ്ഥലത്തു നിന്നും എനിക്ക് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഉയർന്നു വന്നത് ഇഷ്ടപ്പെടാത്ത ആരാണ്ടാണ് ഇതിൻ്റെ പിന്നിലെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു ഇടക്കാലം കൊണ്ട് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവാനുള്ള സാധ്യത? ശത്രുക്കൾ ഉണ്ടായെന്ന് എനിക്ക് ഈ പ്രശ്നം വന്നപ്പോഴാണ് മനസ്സിലായത്. എന്ന് വെച്ചാൽ അല്ലാതെ ഞാൻ അറിയാത്ത ആൾക്കാരാണ് എനിക്കെതിരെ വീഡിയോ ഇട്ടത്. അത് ഇല്ലാത്ത കഥകൾ പറഞ്ഞു. നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു വീഡിയോ വന്നാൽ അല്ലെങ്കിൽ അത് എല്ലാവരും അറിഞ്ഞാൽ നമുക്കൊരു സമാധാനമുണ്ട്. നമ്മൾ തെറ്റ് ചെയ്തിട്ടാണല്ലോ ശിക്ഷിക്കപ്പെടുന്നത് എന്ന്. ഇത് നമ്മൾ ഒരു തെറ്റും ചെയ്യാത്ത, മനസ്സിൽ പോലും സങ്കല്പിച്ചു പോലും നോക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ നമുക്ക് മൊത്തം വിഷമങ്ങൾ ഉണ്ടാക്കിയത് മൊത്തം. അതുപോലെ ഇപ്പോൾ മനസ്സിൽ പോലും തോന്നാത്ത കാര്യം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറയുക, ഇതുപോലൊരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉള്ള ഒരു കുട്ടിയുടെ തന്നെ ശാരീരികമായി ഉപദ്രവിക്കുന്നു, അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ പറയാം. ഈ ഒരു വീഡിയോ ആണ്. അതെന്ന് വെച്ചാൽ നമുക്ക് കുറേ വർഷങ്ങളായി, എനിക്കൊന്ന് 6-7 വർഷം മുന്നേ നമ്മുടെ അവിടെ CWC എന്ന് വന്നതാണ് അവർ. അതെന്ന് വെച്ചാൽ ഇവിടുത്തെ കുട്ടിയല്ല, അവിടുത്തെ ജോലിക്കാരിയാണ്. അവിടുത്തെ ജോലിക്കാരി 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് CWCന്ന് നമ്മുടെ ഇവിടെ വന്നതാണ്. അപ്പം കുട്ടികളെ ഇവിടെ നിർത്താൻ പറ്റും. ഈ 18 വയസ്സ് കഴിഞ്ഞ് ഇവർക്ക് എനിക്കൊന്ന് അന്ന് 10-28 വയസ്സുള്ളൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ അവളെ നിർത്താൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചേച്ചി ഞാനിവിടെ ജോലിക്ക് ചെയ്തോളാം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 10,000 രൂപ സാലറിയിൽ നമ്മളിവിടെ ജോലിക്ക് കയറ്റി. കുഞ്ഞുങ്ങളും ഉണ്ട്, അമ്മയും ഉണ്ട്. അവർക്ക് റൂം സെപ്പറേറ്റ് കൊടുത്ത് അങ്ങനെ ഇവിടെ ജോലിക്ക് നിന്നതാണ്. ജോലിക്കാരിയായിട്ട് നിന്ന് ഞാനത് കാണിക്കാം. ഈ പ്രശ്നം ഉണ്ടായപ്പം ആദ്യം ഇത് ഗോപിക എന്ന് അവളുടെ പേര്. അപ്പം ഈ ഗോപിക അതിനകത്തൊരു കമൻ്റ് ഇട്ടായിരുന്നു, ചേച്ചി വളരെ നല്ല ചേച്ചിയാണെന്നും വിഷ്ണു സഹോദരങ്ങളെ പോലെ കാണും. നിങ്ങൾക്ക് അത് ഉണ്ട്, അതിനകത്ത് നമ്മുടെ ഫോണിനകത്തുണ്ട്, ഞാനത് കാണിക്കാം. അപ്പം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സ്ഥാപനമാണെന്നും പറഞ്ഞുകൊണ്ട് ആദ്യം ഒരു പോസിറ്റീവ് കമൻ്റ് ആയിട്ടിരുന്നത്. അതാണ് ഞങ്ങൾ ആദ്യം കാണുന്നത്. അതിൻ്റെ പിറ്റേന്ന് കാണാം ഇതേപോലൊരു വീഡിയോ ഫുള്ള് നെഗറ്റീവായിട്ട്
അപ്പം അത് തന്നെ മനസ്സിലായല്ലോ. പോസിറ്റീവ് ഇട്ടപ്പം ഈ യൂട്യൂബർമാർ ഇവരെ കണ്ടുപിടിച്ചു. എന്നിട്ട് കുറച്ച് നാൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർ അച്ഛൻ കൂട്ടിക്കൊണ്ട് പോയി. നമുക്ക് CWCയുടെ പെർമിഷൻ അനുവദിച്ച്, അങ്ങനെ CWCയുടെ പെർമിഷനോട് കൂടിയാ ഇവർ അച്ഛൻ വിളിച്ചോണ്ട് പോയി, ഇവരെ വീട്ടിൽ വിളിച്ചോണ്ട് പോയി. കുറേ നാൾ കഴിഞ്ഞിട്ട് നമുക്കൊരു CWC ഒരു ഫോൺ കോൾ വന്ന്, ഇവർക്ക് 3 മക്കളാണ്, അല്ലെ ഇളയ മോൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ടോ, അവർക്ക് സ്കൂളിൽ ചേർക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് CWC തന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അന്ന് പോയപ്പോൾ തന്നെ അവരതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി, എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ദത്ത് കൊടുത്ത് പോസ്റ്റ് കെയർ വിട്ടതോ അതറിയത്തില്ല, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇവളെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതേപോലെ അവള് 3 കുട്ടികളെയും ദത്ത് കൊടുക്കാനെ കൊണ്ട് CWCക്ക് എഴുതി കൊടുത്തിട്ടാണ് പോയത്. ഞാനുമായിട്ടൊരു ബന്ധമില്ല. നമുക്കൊരു CWC ഒരു കുട്ടിയെ തരുമ്പം ആ കുട്ടി എത്ര നാൾ നിൽക്കുന്നു അത്രയും നാൾ മാത്രമേ നമുക്ക് ആ കുട്ടിയുടെ വിവരങ്ങൾ നമുക്ക് കൗൺസിലിങ്ങിലൂടെ അല്ലാതെ നമുക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. CWC ഈ കുട്ടികളെ തിരിച്ചയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ അവരെ പിന്നെ നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. അവർ CWC ആണ് അവരെ വീട്ടിലോട്ട് വിട്ടത്. പിന്നെ നമുക്ക് അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെ ആ കുട്ടിയുടെ കുഞ്ഞുങ്ങളെ മാറ്റിയതുമായിട്ട് എനിക്കൊരു പങ്കുമില്ല. പിന്നെ അവൾ പറയുന്നു ഇതേപോലെ അവളെ ഒത്തിരി ഉപദ്രവിച്ച്, ഈ വർഷങ്ങൾക്ക് 6-7 വർഷം മുന്നേ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അന്നല്ലേ അവൾ കേസ് കൊടുക്കണ്ടേ? അവളെ ഇട്ട കമൻറ്റ്, നിങ്ങൾ ആ കമൻറ്റ് നോക്കണം. ആദ്യത്തെ വീഡിയോക്കകത്ത് അവൾ കമൻറ്റ് ഇട്ടേക്കുന്നത് വളരെ നല്ല ചേച്ചിയാണെന്നും വിഷ്ണു എല്ലാവരെയും സഹോദരിമാരെ പോലെയാണ് കണ്ടിട്ടുള്ളതെന്നും ആദ്യത്തെ കമൻറ്റിനകത്ത് അവൾ ഇട്ടേക്കുന്നത്. അപ്പം അത് തന്നെ 2ാമത്തെ ദിവസം ഇവള് നെഗറ്റീവ് വീഡിയോ ഇട്ടുകൊണ്ടിറങ്ങി. അപ്പം തന്നെ അറിഞ്ഞില്ലേ അവള് കളം മാറ്റി, അവൾക്ക് എന്തെങ്കിലും പൈസ കൊടുത്തതാണോ? എൻ്റെ ഇത് മൊത്തം അവൾക്ക് പൈസ കൊടുത്ത് അവൾ എന്തും ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. ആ രീതിയിൽ അവൾ കളം മാറ്റിയത്. ആരെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് എന്നാണ് ഇപ്പോഴും. അതെ, തീർച്ചയായിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അവളുടെ കുട്ടികളെ ഞാൻ ആർക്കും ദത്ത് കൊടുത്തിട്ടില്ല. CWC ആണ് ഇവിടുന്ന് മാറ്റിയത്. എനിക്കെതിരെ പറയേണ്ട കാര്യമില്ലല്ലോ. അന്ന് ഞാൻ അവളെ അടിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇത്രയും തൻ്റെടിയായിട്ടുള്ള ഒരു യൂട്യൂബിൽ ഇങ്ങനെ വന്ന് പറയാൻ അത്രയും കഴിവുള്ള ഒരു കുട്ടിയെ എന്തുകൊണ്ട് അന്ന് കേസ് കൊടുത്തില്ല? അന്ന് ആരോടെങ്കിലും പറഞ്ഞില്ല? പോട്ടെ, ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് CWC പോയ സമയത്ത് അവിടെ പോലും പറഞ്ഞില്ല. ഇപ്പൊ യൂട്യൂബിനകത്ത് മാത്രം വന്ന് പറയാനെ കൊണ്ടുള്ള കാരണം എന്താണ്? അത് ഈ കാണുന്ന വ്യക്തികൾ മനസ്സിലാക്കുന്നില്ല. വർഷങ്ങൾക്ക് മുന്നേ അവൾ ഇവിടുന്ന് പോയതാ. ആ സമയത്ത് പരാതിയില്ലാതെ നല്ല സ്നേഹത്തോടെ പോയവൾ ഇപ്പൊ ഒരു പരാതിയുമായിട്ട് വരുന്നു. ആദ്യത്തെ ദിവസം നല്ല കമന്റ് ഇട്ടുകൊണ്ട് വരുന്നു. അപ്പൊ അത് തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല അതിലെന്തോ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ലേ? അവൾ ആദ്യത്തെ ദിവസം ഇട്ട കമന്റാണ്. എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് ഒരു വീഡിയോ വന്നപ്പോൾ അതിനകത്ത് ഇട്ടൊരു കമന്റ്. ആദ്യത്തെ ദിവസം വന്നപ്പോൾ ഇട്ട കമന്റ്. ആദ്യത്തെ ദിവസം ഇട്ടു. 2ാമത്തെ ദിവസമാണ് അവള്, ഇതിന്റെ 2ാമത്തെ ദിവസമാണ് ഇതുപോലുള്ള ലൈവിൽ വന്ന് ഇതേപോലെ മൊത്തത്തിൽ തിരിച്ചു പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ ദിവസം നമുക്ക് ഇത് ഉണ്ടായ സംഭവം അവള് ഇങ്ങനെ ഞാൻ അടിച്ച് ഓടിച്ചൊരു കുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഈ കമന്റ് ഇങ്ങനെ ഇടുമോ? ആദ്യത്തെ ദിവസം വന്ന കമന്റ്. ഈ കുട്ടി പറഞ്ഞതും പിന്നീട് ഒരുപാട് യൂട്യൂബേഴ്സ് പറയുന്നതും അനാഥാലയത്തിന്റെ മറവിൽ കൂട്ടിക്കൊടുപ്പ് എന്നാണ് ഒരു കമന്റിൽ നമ്മൾ വായിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനൊക്കെ അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഇത് ഞാൻ കാണുന്നത് ഇതൊരു അമ്പലം പോലെ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ, അമ്മമാര്, ഇത് ഞങ്ങളുടെ ഒരു വീടാണ്. ഒരു വീട്ടിൽ നല്ലൊരു അമ്മ എന്തായാലും അങ്ങനെ ചെയ്യത്തില്ല, ഒരിക്കലും എന്ന് വെച്ചാൽ ഇത്രയും വർഷം ഞാൻ 2009 സ്ഥാപനത്തെ കയറി 2011 അണ്ണ മരിച്ച് പൂർണ്ണമായിട്ട് സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് 120ഓളം കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിച്ച് ഞാൻ വിട്ടിട്ടുണ്ട്. അമ്മമാരുണ്ട്. അമ്മമാർ നമ്മൾ പാടക്കിടപ്പായിട്ടുള്ള അമ്മമാരെയൊക്കെ കൂടുതലും കിട്ടുന്നത് എല്ലാ സ്ഥാപനക്കാരും കൈയൊഴിഞ്ഞ് കിട്ടുന്ന അമ്മമാരെ പോലീസ് സ്റ്റേഷൻ വഴി പഞ്ചായത്ത് വഴി കൊണ്ടുവരുന്നു. ഇത്രയും അമ്മമാരെ നോക്കുന്ന ഈ കൂട്ടിക്കൊടുപ്പ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ മറവ് എനിക്ക് ആവശ്യമില്ല. ഉണ്ടോ? ഇത്രയും പേരെ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ ഇവരുടെ കാര്യങ്ങളും ആയിട്ട് നിൽക്കുന്ന ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ പോലും നല്ലൊരു അമ്മയ്ക്ക് പറ്റത്തില്ല. ഞാനൊരു നല്ലൊരു അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മക്കളെ 2 പേരെ ഞാൻ എങ്ങനെ നോക്കിയോ അതേപോലെ തന്നെ ഇവിടുത്തെ എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ അമ്മമാരെയും ഞാൻ നോക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് നല്ല സങ്കടം തോന്നും. നമ്മളെ ഈ പറയുന്നത് ഇവിടെ നിൽക്കുന്നവരൊന്നും പറയത്തില്ല. ഇവിടെ നിൽക്കുന്നവരും എന്നെ അറിയുന്നവരും ഇത് പറയത്തില്ല. ഇത് പറയുന്നത് നമ്മളെ ഒട്ടും അറിയാത്ത വളരെ ദൂരെ ഇരുന്ന് ഒരു റൂമിലിരുന്ന് ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ട് അത് സത്യത്തെ ഓരോരുത്തർ വിശ്വസിക്കുക കേട്ടോ. ഒരുപാട് പേര് അത് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അവരെ അറിയുന്നില്ല ഇവിടെ നടക്കുന്ന എന്താ. ഞാൻ എല്ലാവരെയും 100 വട്ടം ഇങ്ങോട്ട് ക്ഷണിച്ചു. എന്നിട്ട് പോലും ആരും നമ്മുടെ സ്ഥാപനം വന്ന് സന്ദർശിച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ തയ്യാറായിട്ടില്ല. അമ്മ ഇത്രയും നാളില്ലാത്ത പ്രശ്നങ്ങൾ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കാൻ കാരണം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി, അത് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യം. ഞങ്ങളുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ ഞങ്ങളെല്ലാം ഇച്ചിരി ഈ അമ്മയും മക്കൾ പോലെയല്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സിനെ പോലെ എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത്
കളിയും ചിരിയുമായിട്ട് എന്തൊരു കാര്യമായാലും ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. അങ്ങനെ നമ്മളൊരു യൂട്യൂബ് ചാനൽ അവർ നിർബന്ധിച്ച് അവരുടെ ഇതുപോലെ തുടങ്ങിയെന്നേ ഉള്ളൂ. അതും ഇതും തമ്മിൽ ബന്ധമില്ല. എനിക്ക് തോന്നുന്നു സ്ഥാപനത്തെ തകർക്കാനെ കൊണ്ടാണ് മുതിർന്നിട്ടുള്ളത്. വിഷ്ണു അങ്ങനെയുള്ള ഒരു കാര്യമല്ല. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടിയാണ്. അതിലൂടെയാണ് എല്ലാവരും പുറം ലോകം അറിയുന്നതും ഇത്തരത്തിലാണ് കാര്യങ്ങൾ എന്നൊക്കെയും. ഇപ്പോൾ നമ്മളുടെ മരുമകളുടെ കാര്യം എടുത്താലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് നടത്തിയ കല്യാണമാണോ അതോ അതിനു മുമ്പേ ഈ കുട്ടി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നടത്തി വെച്ചതാണോ എന്ന് ചോദിക്കുന്ന പലരുണ്ട്. അപ്പോൾ ശരിക്കും അതിൻ്റെ സത്യാവസ്ഥ എന്താ? ഇത് എൻ്റെ മരുമോളെ ഇവിടെ നിൽക്കുന്ന ഈ സ്ഥാപനത്തിൽ വന്ന കുട്ടി എന്ന നിലയിൽ അവൾ നല്ല ആക്റ്റീവായിരുന്നു. നല്ല നമ്മുടെ പ്രോഗ്രാമൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ അവളായിരുന്നു. നല്ല മിടുക്കിയായിരുന്നു, ഓടിച്ചാടി നടക്കുന്ന നല്ലൊരു മിടുക്കിയായിരുന്നു. അപ്പോൾ അവൾ +1 പഠിക്കുന്ന സമയത്തെ അവൾക്ക് ഒറ്റപ്പെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പേരൻസ് മീറ്റിങ്ങിന് ആരും ചെന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അവൾ സങ്കടപ്പെട്ട സമയത്തെ ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടത് തന്നെയല്ല, ഇവിടെ ഫംഗ്ഷന് വന്നിട്ടുള്ള ഞാനുമായിട്ട് നല്ല അറിയപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ബേസിലുള്ളവരോട് വരെ അവളെ മരുമോളാക്കണം എന്ന്. അവൾക്ക് 18 വയസ്സ് കഴിയുമ്പോൾ എൻ്റെ മോളായിട്ട് എൻ്റെ വീട്ടിൽ തന്നെ അവൾ താമസിക്കുമെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് പോലും എല്ലാവർക്കും അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ഇപ്പം എല്ലാവരും പറയുന്നു അവളെ 3 വർഷം കഴിയുമ്പോൾ ഞാൻ അങ്ങ് തട്ടിക്കളയുന്നത്. ഇത് കേരളമല്ലേ, നമുക്ക് തോന്നുമ്പോഴൊക്കെ ഒരാളെ എങ്ങനെ തട്ടിക്കളയാൻ പറ്റുമോ? മരുമോളെന്ന് പറയുമ്പോൾ മോള് തന്നെയല്ലേ. എനിക്ക് 2 മക്കളായിരുന്നു. അവർ കല്യാണം കഴിച്ചു. എനിക്കിപ്പോൾ 4 മക്കളാണ്. 4 പേരെയും ഞാൻ ഒരുപോലെ കാണുന്നു. അമ്മേ, ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഒരു യൂട്യൂബിൻ്റെ തമ്പാണ്. അതൊന്ന് കണ്ടിട്ട് എന്താണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞുതരാമോ? ഗിരിജയുടെ മരുമകൾ രാത്രി ഓടിക്കയറിയത് ഇവിടെ. അയൽക്കാരാണ് പോലീസിൽ എത്തിച്ചത്. നടന്നത് ക്രൂരപീഡനം എന്നാണ് ഇതിൽ തമ്പിൽ കൊടുത്തേക്കുന്നത്. ഇതിലെന്താ സത്യാവസ്ഥ ശരിക്കും? ഇതിൻ്റെ സത്യാവസ്ഥ നമ്മുടെ യൂട്യൂബിനകത്തെല്ലാം നോക്കിയാൽ കാണാം. എന്ന് വെച്ചാൽ എൻ്റെ മരുമോടെ കല്യാണത്തിൻ്റെ വീഡിയോ, അതിൻ്റെ പിറ്റേന്നാണ് കൂടുതലും ഇൻ്റർവ്യൂവിന് ആൾക്കാർ വന്നത്. അപ്പം എൻ്റെ മരുമോൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പീഡനം നടന്ന് ഓടിപ്പോയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബർമാർ വരുമ്പോൾ എൻ്റെ കുഞ്ഞിവിടെ കാണുമോ? കാണത്തില്ല. അപ്പം അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് നിങ്ങൾ ഒത്തിരി യൂട്യൂബ് ഇവരുടെ കല്യാണം ഒരുപാട് വൈറലായത്. കല്യാണത്തിൻ്റെ അന്നും അത് കഴിഞ്ഞു ഇഷ്ടം പോലെ ആൾക്കാർ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട്. എല്ലാ ചാനലിലും അത് കിടപ്പുണ്ട്. അവരുടെ പേരടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം അതിനകത്ത് തന്നെ ഇൻ്റർവ്യൂവിന് അവൾ എന്നെക്കുറിച്ചും അവളുടെ ഭർത്താവിനെക്കുറിച്ചും ഈ സ്ഥാപനത്തെക്കുറിച്ചും അവൾ പറയുന്നുണ്ട്. അപ്പം അത് നോക്കിയാൽ അതിൻ്റെ ഉത്തരം അതിനകത്ത് തന്നെ ഉണ്ട്. അതിന് പ്രത്യേകിച്ചൊരു ഉത്തരത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു സംഭവം, ഒരു പീഡനം നടന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവൾ ഇവിടെ കാണുമോ? സ്റ്റേഷനിൽ അവർ എത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അത് കേസെടുത്ത്. പീഡനമാകുമ്പോൾ എന്തൊരു വലിയ കേസാണ്. പിന്നെ അവളുടെ ഭർത്താവും കൂട്ടുകാരും കൂടെ പീഡിപ്പിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ജയിലിലാവത്തില്ലേ? അവരുടെ ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തും അവരെത്ര സന്തോഷത്തോടെ അവർ ഓരോ വീഡിയോ ഇട്ടേക്കുന്നത്. പീഡനം നടന്നൊരു കുട്ടിയാണെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ അതിനകത്ത് പോസ്റ്റ് ചെയ്യുമോ? ശരിക്കും അതൊരു അയൽവാസി തന്നെയായിരുന്നു ഈ അല്ല, ആ പറയുന്ന ആ പുള്ളിക്കാരെന്ന് വെച്ചാൽ ഈ ഏരിയയിലുള്ളതല്ല, കൊടുമൺ ഭാഗത്തുള്ളതാണ്. ഈ ഏരിയയിലുള്ള ഒരാളെ അല്ല. പിന്നെ ഈ യൂട്യൂബർമാർ അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വന്നതാണ്, സംസാരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരനെ ഇവിടെ കൊണ്ടുവന്നതാണ്. ശരിക്കും ഇങ്ങനൊരു അയൽവാസി പോലും നമ്മുടെ തൊട്ടടുത്തില്ല. പുള്ളിക്കാരൻ ഇവിടുത്തെ ഈ തേപ്പുപാറ ഇത്രയും ഭാഗത്തെ എന്ന് വെച്ചാൽ ഈ നിങ്ങൾ വന്നപ്പോൾ കണ്ടാണ് ഇവിടുത്തെ അമ്പലം ഇത്രയും ഭാഗത്തെ വീട്ടുകാരല്ല. ഈ ഭാഗത്തുണ്ടെങ്കിലല്ലേ കാണാൻ പറ്റത്തുള്ളൂ. ഈ ഭാഗത്തുള്ളതല്ല, കുടുംബ ഭാഗത്തുള്ള ഒരാളാണത്. അതും കെട്ടുകഥ തന്നെയാണ് തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റെ മരുമോളോട് തന്നെ ചോദിക്കാം. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല. ശരിക്കും അമ്മയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളത്? അങ്ങനെയല്ല, എൻ്റെ രണ്ടാമത്തെ കല്യാണം കുറച്ച് വൈറലായപ്പോഴാണ് ഈ സന്ധ്യ പല്ലവി എന്ന് പറയുന്ന പുള്ളിക്കാരി ഈ പോസ്റ്റ് എടുത്തിട്ടതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഈ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ സന്ധ്യ പല്ലവി എന്ന് പറയുന്ന പുള്ളിക്കാരി തന്നെ ഏതോ ഒരാളെ ഇറക്കുമതി ചെയ്തെന്ന് വെച്ചാൽ 2 ദിവസം ഇന്ന് വന്നു ജോലിക്ക് കയറണമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് വന്നു. അതിൻ്റെ പിറ്റേന്ന് രാവിലെ പുള്ളിക്കാരി ഇറങ്ങി. അപ്പോൾ ജോലിക്ക് വന്ന ഒരാൾ അങ്ങനെ ഇറങ്ങത്തില്ല. വന്നതിൻ്റെ അന്ന് തന്നെ ചിൽഡ്രൻസ് ഹോമിൽ ജോലിക്ക് കയറിയ ഒരാൾ നേരെ രാത്രി വന്ന് ഓൾഡ് ഏജ് ഹോമിൽ കയറി വീഡിയോ എടുത്തു. നമ്മുടെ ക്യാമറയ്ക്കകത്ത് ഇതെല്ലാം വ്യക്തമായിട്ട് കണ്ടതുകൊണ്ട് ഇതെല്ലാം കള്ളത്തരമാണെന്ന് തെളിഞ്ഞ് ബോധ്യപ്പെട്ടു പോയ കാര്യങ്ങളാണ്.
അപ്പോൾ ഈ പുള്ളിക്കാരി ഈ പോസ്റ്റ് ഇട്ട് ആ പോസ്റ്റിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും അന്ന് 2022 കേസ് കൊടുത്തത് എന്തായി എന്ന് പോലും നേരിട്ട് വന്ന് ഇവിടെയോ അല്ലെങ്കിൽ സാമൂഹ്യനീതി വകുപ്പിലോ തിരക്കാതാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അപ്പം കല്യാണമല്ല, ആ വീഡിയോ വൈറലായപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെടാതെയാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. അത് ശരിക്കും അമ്മ വീണ്ടും രണ്ടാമതൊരു കല്യാണം കഴിച്ചതാണ് എല്ലാവർക്കും പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നിലവിൽ തോന്നുന്ന ഒരു കാര്യം. അതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. കല്യാണം എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യമല്ലേ. എൻ്റെ ഭർത്താവ് 2011 എൻ്റെ ആദ്യത്തെ ഭർത്താവ് മരിച്ചു പോയത്. അപ്പം അണ്ണ മരിച്ചിട്ട് 14 വർഷത്തോളമായി. 14 വർഷം കഴിഞ്ഞിട്ടല്ലേ ഞാൻ ഒരു വിവാഹം കഴിച്ചത്. അതും അണ്ണ മരിക്കുന്ന സമയത്ത് എൻ്റെ മോന് 9 വയസ്സും എൻ്റെ മോക്ക് 7 വയസ്സുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചില്ലല്ലോ. എൻ്റെ 2 മക്കളെയും കല്യാണം കഴിച്ച് അവർക്കൊരു കുടുംബമായതിനു ശേഷമാണ് എനിക്കൊരു കൂട്ടിനൊരാൾ വേണോ എന്ന് തോന്നിയത് തന്നെ. എൻ്റെ മക്കൾ എൻ്റെ മോന ഞങ്ങളെ കൈപിടിച്ച് തന്നതും എൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ അമ്മ ഉൾപ്പെടെ കല്യാണത്തിന് പങ്കെടുത്ത് എൻ്റെ എല്ലാ ആൾക്കാരും, എൻ്റെ ചേച്ചി ഉൾപ്പെടെ എല്ലാവരും കല്യാണത്തിന് വന്ന് പങ്കെടുത്ത് പോയി. അപ്പം അതൊരു സങ്കടമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു സങ്കടം ഉണ്ടായപ്പോഴും അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടല്ലോ ഒരാളായി. അത് എനിക്ക് തോന്നുന്നു ദൈവം അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് തന്നതാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ശരിക്കും എന്തുകൊണ്ടും ഭാഗ്യമല്ലേ ഇതുപോലൊരു ഭർത്താവിനെ കിട്ടുക, ഈ ഒരു സമയത്ത് കൂടെ നിൽക്കാൻ. ഇത്രയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരാൾ താങ്ങായി നിൽക്കുക എന്ന് പറഞ്ഞാല്. പ്രതിസന്ധി എന്ന് വെച്ചാൽ അങ്ങനല്ല. എന്ന് വെച്ചാൽ ഞാൻ ഗുരുനാഥനെ പോലെ കാണുന്ന ഓർഫണേജ് കൺട്രോൾ ബോർഡ് മെമ്പർ സെക്രട്ടറി ശ്രീകുമാർ സാറ്, പിന്നെ പത്തനാപുരത്ത് ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു MLA ഗണേഷ് കുമാർ സാറ്, അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ബേസിലായാലും എന്നെ കൂട്ടി വെക്കാൻ ഒരു ആൾക്കാരില്ല, യൂട്യൂബുകാർ. അതേപോലെ ഒരുപാട് വൃത്തികേടുകൾ, ഒരുപാട് കേട്ടാൽ അറയ്ക്കുന്ന വൃത്തികേടുകൾ എന്ന് വെച്ചാൽ ഭർത്താവിനെ കാമുകനെ കൊണ്ട് കൊല്ലിപ്പിച്ചിട്ട് ഇതേപോലെ അവൻ ജയിലിലായപ്പോൾ ഞാൻ വേറൊരാളെ കണ്ടുപിടിച്ച് അങ്ങനെ ഓരോ മാസവും മാറി മാറി ഓരോരുത്തരുടെ കൂടെ അങ്ങനെ വരെ എന്നെക്കുറിച്ച് പറഞ്ഞിട്ട് അതെല്ലാം കേട്ട സമയത്തും യൂട്യൂബിൽ കണ്ട സമയത്തും ഞാൻ കരഞ്ഞ സമയത്തും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ നിന്ന് ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഈ നിമിഷവും എൻ്റെ കൂടെ സന്തോഷത്തോടെ ഉണ്ട്. അത് ഒരു ഭാഗ്യം തന്നെയാണ്. ഇപ്പൊ ഒരു ശക്തി തന്നെയാണ്. അതെ, ഇപ്പൊ ഈ സ്ഥാപനത്തിന്റെ ഒരു വിഷമം വന്നപ്പോൾ സ്ഥാപനത്തിന്റെ നടത്തിപ്പിനും എൻ്റെ കൂടെ ഉണ്ട്. ജോലിക്ക് പോകുന്നു എന്നാലും എൻ്റെ കൂടെ ഉണ്ട്. അത് തന്നെ ഈ ഒരുപാട് വിഷമഘട്ടത്തിൽ സന്തോഷിക്കുക ഒരു കാരണമുള്ളത് നല്ലതല്ലേ. അതെ.